ഹലോ ഗായ്സ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഗോവയെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ സെൻറ്റ് സേവിയർ പുണ്യാളൻ്റെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ബോം ജീസസ് ചർച്ചിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ 2 പള്ളികളിലേക്കും പോയി എന്ന് പറഞ്ഞില്ലേ, ആ 2 പള്ളികളിലേക്കും പോയി. ആ കാര്യത്തിന് ശേഷം ഞങ്ങൾ പിന്നെ കോൾവോ ബീച്ചിലേക്കാണ് പോയത്. കോൾവോ ബീച്ച്. അപ്പോൾ ആ കോൾവോ ബീച്ചിന് അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾക്ക് ഡിന്നറും പിന്നെ പോലെ ടീയും സ്നാക്സൊക്കെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീയും സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് കോൾവോ ബീച്ചിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൾവോ ബീച്ച് തന്നെ സൂപ്പർ ബീച്ചാട്ടാ. അപ്പോൾ ആ കാര്യത്തിന് മുമ്പ് ഞാൻ ഗോവേനെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഗോവ എന്ന് പറയുന്നത് 1510 വരെ ബീജാപ്പൂർ രാജവംശത്തിന് കീഴിലായിരുന്നു ഗോവ. പോർച്ചുഗലാണ് 1510 ഗോവയെ പിടിച്ചെടുത്തത്. 1961 വരെ അവരാണ് ഭരിച്ചിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ പോർച്ചുഗീസിൻ്റെ തലസ്ഥാനം കൊച്ചിയായിരുന്നെങ്കിൽ പിന്നീട് ഗോവയായി മാറുകയായിരുന്നു. പോർച്ചുഗീസുകാർ തന്നെയാണ് ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളും മിക്ക ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വെട്ടുകൾ കൊണ്ട് ഇങ്ങനെ അവരുണ്ടാക്കിയിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള അവരുടെ വെട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് ആ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ അഗ്വാഡ ഫോട്ടോ ഒക്കെ കണ്ട. അതുപോലെ പിന്നെ ഓരോ ബിൽഡിങ്ങും അതുപോലെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പള്ളികളൊക്കെ സൂപ്പർ. അവിടുത്തെ പള്ളികൾ കണ്ടില്ലേ കുറച്ച് മുമ്പ് കണ്ട. കോൾവ ബീച്ചിൻ്റെ ഒരു അരുവിന്ന് ഒഴുകി വരുന്ന പോലെയാണ് കേട്ടോ ആ കടലൊക്കെ കാണുമ്പോൾ. സൂപ്പറായിട്ടില്ലേ? ശരിക്കും ഒരു അരുവി ഒഴുകി വരുന്ന പോലെയാണ്. ഇതൊക്കെ സൂപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കോൾവോ ബീച്ച്. അപ്പം ഞങ്ങൾ കോൾവോ ബീച്ചിന് അടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഞങ്ങൾ കോൾവോ ബീച്ചിന് അടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് നേരിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.